കണ്ണു നിറയാതെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയുന്ന കാഴ്ചയല്ല ദാ ഈ കാണുന്നത്. ദാ ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ പിഞ്ചു മക്കളാണോ തീവ്രവാദികൾ? അവരാണോ തീവ്രവാദികൾ? നിങ്ങൾ പറയും. ഒരു നേരത്തെ അന്നത്തിനും ഒരിറ്റ് ദാഹത്തിനും വേണ്ടിയിട്ട് കൈനീട്ടുന്ന ഈ പിഞ്ചു പാലകന്മാരാണോ തീവ്രവാദികൾ? പറയ്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അവൻ സുഡാപ്പിയും അവൻ വർഗീയവാദിയുമാവുകയാണ്. എന്തുകൊണ്ട്? അങ്ങനെ സുഡാപ്പിയും വർഗീയവാദിയാണെന്ന് പറയുകയാണെങ്കിൽ 1001 വട്ടം പറയും പാലസ്തീൻ ഐക്യദാർഢ്യം, പാലസ്തീൻ ഐക്യദാർഢ്യം, പാലസ്തീൻ ഐക്യദാർഢ്യം. കാരണം എന്താ, ഈ പിഞ്ചു മക്കള് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ, ഒരിറ്റ് വെള്ളത്തിന് പോലും ഗതിയില്ലാതെ ഈ പിഞ്ചു മക്കളെയാണ് ചില നായിന്റെ മക്കൾ, വർഗീയവാദികൾ പറയുന്നത്, തീവ്രവാദികൾ. ആ പിഞ്ചു മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പിഞ്ചു മക്കൾക്ക് ഐക്യദാർഢ്യം കൊടുത്തതിന്റെ പേരിലാണ് മലയാളത്തിലെ ഒരു യുവനടനെ, ഷെയ്ം നിഗമനെ, ചില വർഗീയ നായ്ക്കള് പറയുന്നത് അവൻ സുഡാപ്പിയാണ്. അവനവന്റെ നിലപാടാണ് പറയുന്നത്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ന് ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത വർഗീയ തീട്ട രാജ്യത്തെ എതിർക്കുകയാണ്. പക്ഷെ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ലോകത്തില്ലായിരുന്നെങ്കിൽ ഈ ലോകരാജ്യങ്ങൾ എന്നേ നന്നായേനെ. പണ്ട് ഈ പിഞ്ചു മക്കളുണ്ടല്ലോ, ഈ പിഞ്ചു മക്കളുടെ അപ്പുപ്പനപ്പന്മാർ ചെയ്ത തെറ്റാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന വർഗീയ ജൂതരാഷ്ട്രത്തിന് അവരുടെ മണ്ണിൽ കിടക്കാൻ അനുവാദം കൊടുത്ത ഒരു തെറ്റ് മാത്രമേ ഈ പിഞ്ചു മക്കളുടെ അപ്പുപ്പന്മാർ ചെയ്തതുള്ളൂ. ആ ഒരു തെറ്റിന്റെ ഫലമാണ് ദാ ഈ പിഞ്ചു മക്കൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ വെള്ളത്തിന്, ഒരു നേരത്തെ ആഹാരത്തിന് ഒന്ന് കിടക്കാൻ പോലും വീടില്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതപ്പട നശിപ്പിക്കുകയാണ്. ആഹാരത്തിന് വേണ്ടി കൈനീട്ടി നിൽക്കുന്ന മക്കളെ പോലും ബോംബിട്ട് കൊല്ലുകയാണ്. പ്രസവിച്ച് വീഴുന്ന പിഞ്ചു മക്കളെ പോലും ഈ നശിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം കൊല്ലുകയാണ്. ഇവരാണോ നിങ്ങൾ പറയുന്ന തീവ്രവാദികൾ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സപ്പോർട്ടാണ്. എന്തിനു പറയുന്ന, ഞാൻ അടങ്ങുന്ന, നിങ്ങൾ അടങ്ങുന്ന സംസ്ഥാനമായ കേരളം പോലും പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സപ്പോർട്ടാണ്. എന്തുകൊണ്ട് ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യാത്തത്? ഈയിടയ്ക്ക് BBC-യുടെ, ഇന്നലെയോ മെനഞ്ഞാന്നോ BBC-യുടെ ഒരു ന്യൂസിൽ വെളിയിലിറങ്ങി എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയ കൺട്രി ഏതാണെന്ന്. അവിടെ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഇസ്രായേൽ. ലോകത്തിന് തന്നെ ഭീഷണിയായ രാഷ്ട്രീയ നേതാവാരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് നെതന്യാഹു. അതെ, അവൻ ഭീകരനല്ല, അവൻ രാക്ഷസനാണ്. ഈ പിഞ്ചു മക്കളുടെ ചോര കുടിക്കുന്ന രാക്ഷസൻ. അവനൊക്കെ ചാവുന്ന സമയത്തുണ്ടല്ലോ, പുഴുവരിച്ചു ചാവും. കാരണം അത്രയോ പിഞ്ച് പാലകന്മാരെ ശാപവും ദുഃഖവും ഉണ്ട്. എത്രയോ മക്കളാണ്. നോക്ക്, ഈ പിഞ്ചു മക്കളാണോ നിങ്ങൾ പറയുന്ന തീവ്രവാദികൾ? ഈ പിഞ്ചു മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിലാണോ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും വിളിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒരു 1001 തട്ടം വീണ്ടും പറയുകയാണ് പാലസ്തീൻ ഐക്യദാർഢ്യം, പാലസ്തീൻ ഐക്യദാർഢ്യം, പാലസ്തീൻ ഐക്യദാർഢ്യം. കാരണം ഈ പിഞ്ചു മക്കൾ എന്ത് ചെയ്തു? നമ്മുടെ മക്കൾക്ക് ഒരു പനി വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ആ പിഞ്ചു മക്കള് ആഹാരമില്ല, വെള്ളമില്ല, മറ്റു രാജ്യങ്ങൾ സഹായിക്കാൻ പോകുമ്പോൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വർഗീയ പട്ടികള്, വർഗീയ നായ്ക്കള് അല്ലെങ്കിൽ ആ ബോട്ടുകളെ, അല്ലെങ്കിൽ ആ കപ്പലുകളെ ബോംബിടാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന വർഗീയ പട്ടികൾക്കെതിരാണ്. ബ്രിട്ടൻ അടക്കം പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. കാനഡ, ഓസ്ട്രേലിയ, എന്തിനു പറയുന്ന യൂറോപ്യൻ എല്ലാം പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. ഞാൻ ഇന്ത്യക്കാരനാണ്, എൻ്റെ രാജ്യം പോലും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ സൈനികം എന്താണ് പറഞ്ഞത്? പിഞ്ചു മക്കൾ മരിക്കുന്ന കാണുമ്പോൾ അയാൾക്ക് സങ്കടമാവുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും നിങ്ങൾ കേട്ടു. എന്നിട്ട് നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്തോ ആയിക്കോട്ടെ, യുദ്ധത്തിന് പല കാരണങ്ങളുണ്ട്. ഈ കൊച്ചുങ്ങളെ കൊല്ലണം. നമ്മൾ പണ്ടത്തെ പോലെ രണ്ട് സമീകരണം അടിച്ചു തീർക്കുന്നത്. ഇപ്പൊ ഈ കൊച്ചുങ്ങളെ സ്ത്രീകളെ കൊല്ലണത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രോ, എന്റെ കണ്ടത് ഞാനും ചുമിച്ചായിട്ടൊക്കെ റിലേറ്റ് ചെയ്യും. ഞാൻ അത് അറിഞ്ഞോളൂ. അപ്പൊ ഞാൻ അതെന്റെ ഒരു കുറവായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരാളായതിന്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ടാവാം. പക്ഷെ അതല്ലല്ലോ ബ്രോ, എന്തൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നത്. ഒരു അറ്റത്തിന് 4 ഒരു 100 പേര് അവിടെ നോക്കി ഇവിടെ നോക്കി അത് ആരും ചെയ്യണം. അവരെന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കും, മൊഴിയെടുക്കും, മറ്റെടുക്കും, മറ്റെന്താ ചെയ്യും. കൊച്ചുങ്ങളെ പോലെ എന്തിനാണ്? അതെന്തിനാ അങ്ങനെ ചെയ്യണത് ഇവര്?
അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെ അനീതികളാണ് ബ്രോ ഈ വെറുതെ വാട്ടവർ എന്ത് ജനിച്ചു വീണ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത്. ഈ മതത്തിന്റെ പേരിൽ ഒരാൾ ചൂഷണം ചെയ്യാൻ ശരിയാണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ അപ്പുറത്താണെങ്കിൽ ഞാൻ ഹിന്ദു അല്ലേ, അതിന്റെ അപ്പുറത്തോട്ടാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ലേ. അപ്പൊ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ നമ്മൾ ഒരു പറ്റ ആൾക്കാരെ മാറ്റി നിർത്തുകയാണ് അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്യാൻ പറഞ്ഞാൽ വ്യക്തി എല്ലാത്തിലും ഉണ്ട്. നല്ലതും ചീത്ത എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഒരാളിൽ തന്നെ ഇല്ല നല്ലതും ചീത്തയും പെർഫെക്റ്റ് ആയിട്ട് നല്ലതെന്ന് പറഞ്ഞ ആളുണ്ട്. എന്നിട്ടുണ്ട് മോശമുണ്ട്, ഞാൻ അത്ര നല്ലതാണെന്നല്ല, എന്നാൽ ഇതിൽ നന്മയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എല്ലാവരും. അതിന്റെ പേരിൽ ഈ പറഞ്ഞ എന്തിനാണ് ചെറിയ ജീവിതം, നാളെ ആരും എഴുന്നേക്കൊന്നും ഒരു അറിയാത്തൊരു ജീവിതത്തിലേക്ക് കിടന്ന് യുദ്ധമൊക്കെ ചെയ്ത് എന്തിനാണ്, ആരെ കാണിക്കാനാണ്, എന്താ വ്യക്തി നിങ്ങൾ നേടുക? ഈ കുറേ പൈസ ഉണ്ടായി എന്നിട്ട് എന്ത് ചെയ്യും? ഹ്യൂമാനിറ്റി വേണം. അതിനെക്കൊണ്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ സംസാരിക്കണ്ടേ? തീരാറായി പരിപാടി. എനിക്ക് ക്യാമറകളൊക്കെ ആയി, ലോകാവസാനൊക്കെ ആയി. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ പറ്റി സംസാരിക്കണ്ടേ? നിങ്ങൾ പറയും ഷൈനികം പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് വർഗീയവാദിയും സുഡാപ്പിയാക്കുന്നത്? മനസാക്ഷിയുള്ള ആർക്കെങ്കിലും കണ്ടു നിൽക്കാൻ പറ്റുമോ ഈ പിഞ്ചു മക്കളുടെ കണ്ണീരും രോദനവും? കൈയും കാലും തലയുമില്ലാത്ത എത്രയോ മക്കൾ ജനിച്ചു വീണ് മണിക്കൂറുകൾ പോലും ആവുന്നില്ല, അതിനു മുമ്പ് ബോംബിട്ട് കൊന്നു ഇസ്രായേൽ എന്ന് പറയുന്ന വർഗീയ നായ്ക്കൾ ഈ പിഞ്ചു മക്കളെ. എന്നിട്ടും അവര് തീവ്രവാദികൾ. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത പട്ടി നായിന്റെ മക്കള് തീവ്രവാദികളല്ല. ഈ പിഞ്ചു മക്കള്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കേഴുന്ന ഈ പിഞ്ചു മക്കള് തീവ്രവാദി. ഇനിയും പറയും 1001 വട്ടം പാലസ്തീൻ ഐക്യദാർഢ്യം, പാലസ്തീൻ ഐക്യദാർഢ്യം, പാലസ്തീൻ ഐക്യദാർഢ്യം.